നമസ്കാരം. ആലുവ നജാത്ത് ആശുപത്രിക്ക് NABH ദേശീയ അംഗീകാരം ലഭിച്ചു. ആലുവ FBO ഹാളിൽ നടന്ന പരിപാടിയിൽ അൻവർ സാദത്ത് MLA പ്രകാശനം നടത്തി. ആശുപത്രി MD ഡോക്ടർ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ VK സലിം, ഡോക്ടർമാരായ അഞ്ജന, മുഹീദ്ദീൻ ഹിജാസ്, സജിത്ത് MA, മുഹമ്മദ് റിയാദ്, CM ഹൈദരലി, പ്രൊഫസർ നിർമ്മൽ ജോസ് A, അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. തുടർന്ന് SSLC+2 ജേതാക്കൾക്കും ആശുപത്രിക്ക് അംഗീകാരം ലഭ്യമാക്കുവാൻ പ്രയത്നിച്ചവരെയും ദീർഘകാലം സേവനം ചെയ്ത ഡോക്ടർമാരെയും ചടങ്ങിൽ ആദരിച്ചു. അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് നസീർ, നഴ്സിംഗ് സൂപ്രണ്ട് സൈഫുന്നിസ, സഗീർ അറക്കൽ എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പരിപാടികൾക്ക് ശേഷം ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. Next. Next, Sagir Arakel. എനിക്ക് ഇവിടുത്തെ സ്റ്റാഫിനോടും എല്ലാവരും എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്, ഓർമ്മപ്പെടുത്താറുള്ളത് ബഹുമാനപ്പെട്ട ഡോക്ടർ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പൊ നമുക്ക് NABH സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ നിലവാരം പുലർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം മാനേജർ അല്ലെ MDക്ക് മാത്രമല്ല, ഇവിടുത്തെ ഏത് സ്റ്റാഫുണ്ടോ ആ ഓരോ സ്റ്റാഫിനും അതിന് ഉത്തരവാദിത്വം അല്ലെ. അത് ട്രെയിനിങ് ചെയ്യുന്ന സ്റ്റാഫ് മുതൽ അങ്ങ് ഡോക്ടർ വരെയും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അതിന്റെ എന്താണ് NABH കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്, അതാണല്ലോ സർട്ടിഫിക്കേഷൻ കിട്ടാൻ കാരണം. അപ്പൊ അത് നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം, അത് കരുതലുണ്ടാകണം എന്ന് മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്തായാലും ഈ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ ഇനിയും ഊർജിതമായി മുന്നോട്ട് പോയി പാവപ്പെട്ടവനും സാധാരണക്കാരനും അല്ലെങ്കിൽ രോഗി, ഏത് രോഗി വന്നാലും ആ രോഗിക്ക് ഒരു കരുതലാവട്ടെ, അവന് സുഖകരമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എക്കാലത്തും എന്റെ പിന്തുണയുണ്ടായിട്ട് ഒരു ചരിത്രത്തിൽ തീർച്ചയായിട്ടും ഇനിയും ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു. നിർബന്ധമായിട്ട് എങ്ങനെ വാടക കൊടുത്ത് പോയാൽ ശരിയാവില്ല, സ്ഥാപനം ഉണ്ടാകണം അന്ന് നിർബന്ധമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അങ്ങനെ അദ്ദേഹം സ്ഥാനമാണ് വാടക വാങ്ങിയത്. ശേഷം പിന്നെ ആ നിലയിൽ ഇന്ന് ആ സ്ഥാപനം വളർന്നു. ഞാൻ പ്രത്യേക തുടങ്ങിയ സ്ഥാപനത്തിൽ ഇപ്പോൾ സ്പെഷ്യാലിറ്റിയും സൂപ്പർ സ്പെഷ്യാലിറ്റിയുമായി NABH സർട്ടിഫിക്കേഷൻ സെറമണി, NABH ഫുഡ് അക്രഡിറ്റേഷൻ എന്നതിലേക്ക് നമ്മൾ ഇന്നുള്ള ഒരു കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്.